പാനയോഗ്യമായ സ്വച്ഛജലവും പാനയോഗ്യമായ സ്വച്ഛജലവും അഥവാ കുടിക്കാൻ പറ്റുന്ന ശുദ്ധമായ വെള്ളവും പാനയോഗ്യമല്ലാത്ത ഉപ്പ് ജലവും അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു. നദി, കുളം, കിണർ തുടങ്ങിയവയിലുള്ള സ്വച്ഛജലം സമുദ്രത്തിലുള്ളത് ഉപ്പ് ജലവും രണ്ടും ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായതാണ്. വർഷങ്ങളായി രണ്ടു തരം ജലവും ഭൂമിയിലുണ്ട്. തമ്മിൽ ഒന്ന് മറ്റൊന്നിൽ വലയം പ്രാപിക്കുന്ന തരത്തിൽ അള്ളാഹു അവയ്ക്കിടയിൽ ശക്തമായ തടസ്സവും മറയും സൃഷ്ടിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് വ്യക്തമാക്കുന്ന മറ്റൊരു ദൃഷ്ടാന്തമാണിത്. അല്ലേ, സമുദ്രം കടലുള്ള ഭാഗത്ത് കിണർ കുത്തിയാലും ആ കിണറിൽ ശുദ്ധമായ വെള്ളം കിട്ടുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ആ വെള്ളവും അതുപോലെ ഈ വെള്ളവും പരസ്പരം കലരുകയില്ല. അങ്ങനെ കലരാതിരിക്കാൻ പറ്റുന്ന അത്രക്ക് മണ്ണിനെ അള്ളാഹു താല ശക്തമാക്കിയിരിക്കുന്നു. മണ്ണിന് ആ അതിരൂപത്തിലുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. എല്ലാം അള്ളാഹുവിൻ്റെ കഴിവുകളാണ്. രണ്ട് സമുദ്രങ്ങൾ തുല്യമാവുകയില്ല. ഒന്ന് കുടിക്കാൻ സുഖമുള്ള നല്ല വെള്ളം, മറ്റേത് കയ്പ് രസമുള്ള ഉപ്പ് വെള്ളവും. രണ്ടിൽ നിന്നും പുതിയ മാംസം നിങ്ങൾ ഭക്ഷിക്കുന്നു, അഥവാ നല്ല രുചിയുള്ള മീനിനെ നിങ്ങൾ ഭക്ഷിക്കുന്നു. നിങ്ങൾ അണിയുന്ന ആഭരണങ്ങൾ നിങ്ങൾ അതിൽ നിന്നും പുറത്തെടുക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിപ്പിടിക്കാനും നിങ്ങൾ നന്ദി കാണിക്കാനും വേണ്ടി സമുദ്രത്തിൽ വെള്ളത്തെ പിളർന്ന് സഞ്ചരിക്കുന്ന കപ്പലുകളെയും അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അഥവാ കപ്പൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കപ്പലുകൾ നിങ്ങൾക്ക് കടലിൽ കാണാം. ആകാശത്തിൽ നിന്നും ഒരു നിശ്ചിത അളവിൽ നാം മഴ ഇറക്കി, എന്നിട്ട് അതിനെ ഭൂമിയിൽ തടഞ്ഞു നിർത്തുകയും ചെയ്തു. ആ വെള്ളം ഇല്ലാതാക്കാൻ തീർച്ചയായും നമുക്ക് കഴിയും. ഒരു നിശ്ചിത വെള്ളം എന്നാണ്. ആകാശത്തിൽ നിന്ന് ഒരു നിശ്ചിത രൂപത്തിലുള്ള മഴയല്ല വീണതെങ്കിൽ നമ്മളെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് ഉറുമ്പ് പോണ മാതിരി പോയിക്കൊള്ളും. പക്ഷേ പലയിടത്തും നമ്മളത് കാണുന്നുണ്ട്. നമ്മളെപ്പോലുള്ളവർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ സംഭവം. അവൻ ആകാശത്തിൽ നിന്നും മഴ വർഷിപ്പിക്കുകയും അങ്ങനെ മലഞ്ചെരുവുകളിൽ അതിൻ്റെ കണക്കനുസരിച്ച് വെള്ളം ഒഴുക്കുകയും അപ്പോൾ ആ ഒഴുക്ക് പൊങ്ങി വരുന്ന നുരയെ വഹിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. പണ്ടങ്ങളോ മറ്റു സാധനങ്ങളോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് തീയിലിട്ട് കത്തിക്കപ്പെടുമ്പോഴും അതുപോലെ നുരയുണ്ടാകുന്നു. ഇപ്രകാരമാണ് അള്ളാഹു സത്യത്തെയും അസത്യത്തെയും ഉപമിക്കുന്നത്. അപ്പോൾ ആ നുര ചണ്ടിയായി പോകുന്നു. എന്നാൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് ഭൂമിയിൽ അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു.